ഹായ് ഫ്രണ്ട്സ്, എസ് ബി മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിൻസസ് കട്ടിലെ യോക്ക് പാറ്റേൺ പ്ലീറ്റഡ് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ യോക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് പിണ്ടക്ക് വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അത് 1/4 മീറ്റർ മതിയാവും. കുർത്തിക്ക് വേണ്ടിയിട്ട് കോട്ടൻ്റെ തന്നെയാണ്, അത് 3 മീറ്റർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കുർത്തിക്ക് ലെങ്ത് വേണ്ടത് അതനുസരിച്ച് എടുക്കണം. ആദ്യം നമുക്ക് ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഫോൾഡ് ചെയ്തെടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. ഇനി എത്രയാണോ ലെങ്ത് വേണ്ടത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. എനിക്കിവിടെ 43 ഇഞ്ചാണ് വേണ്ടത്. 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്തിട്ട് 44.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതുപോലെ രണ്ട് സൈഡിലും നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വരുന്ന ക്ലോത്തും ഇതുപോലെ നിവർത്തിയിട്ട ശേഷം ഈ കട്ട് ചെയ്തെടുത്ത പീസ് അതിൻ്റെ പുറത്തായിട്ട് വെച്ചിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബാക്കിലത്തേക്കും ഫ്രണ്ടിലത്തേക്കുമായിട്ട് 2 പീസ് കട്ട് ചെയ്തു. ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്നാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റാം. ഈ ഒരു പീസിനെ നല്ല സൈഡ് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. എനിക്കിവിടെ 6.5 ഇഞ്ചാണ് വേണ്ടത്. അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പോയിന്റിൽ തന്നെ ടേപ്പ് വെച്ചിട്ട് ആം ഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ആം ഹോളും 6.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ 2 പോയിന്റും ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി ആം ഹോളിൻ്റെ ആ ഒരു ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം. എനിക്കിവിടെ ടോട്ടൽ ചെസ്റ്റ് വിട്ട് 36 ഇഞ്ചാണ് വേണ്ടത്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഇഞ്ചാണ് കിട്ടുന്നത്. 9 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതുപോലെ ആംപിളിൻ്റെ ലെങ്ത് ഇല്ലേ, അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ നിന്നും ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലോട്ട് കുഴിച്ചൊന്ന് വരച്ചെടുക്കണം. വേസ്റ്റ് ലെങ്ത് ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ വണ്ണം 8.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഈ 2 പോയിന്റ് ഇതുപോലെ യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ വേസ്റ്റ് വിട്ട് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴത്തോട്ട് മാക്സിമം ഫ്ലെയർ കിട്ടത്തക്ക രീതിയിൽ ഇതുപോലെ ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ നിന്നും 2 അല്ലെങ്കിൽ 2.5 ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ചരിച്ച് ഷേപ്പായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് സൈഡ് എത്ര കയറി നിൽക്കണം അതനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് വിട്ട് ഞാനിവിടെ 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3.25 ഇഞ്ചായിട്ട് കിട്ടും. 2.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബാക്ക് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത്. ആദ്യം ഇതുപോലെ ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഫോൾഡായിട്ട് വരുന്ന ഭാഗത്തു നിന്നും 7 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ 7 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രണ്ടിൽ എത്രയാണോ ഫ്രില്ല് വേണ്ടത് അതനുസരിച്ച് ഇതിന് ചേഞ്ച് വരുത്താം കേട്ടോ. ഇനി കുറച്ച് ഫ്രില്ല് മതിയെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചോ അല്ലെങ്കിൽ 6 ഇഞ്ചോ മാർക്ക് ചെയ്താലും മതി. ഇനി ഇതുപോലെ ഈ മാർക്ക് ചെയ്ത പോയിന്റ് യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്ക് പീസ് നമ്മൾ ഈ മാർക്ക് ചെയ്ത ലൈനിൻ്റെ പുറത്തായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നെക്കിൻ്റെ വിട്ടും അതുപോലെ തന്നെ ആം ഹോളും സൈഡും ഒക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സൈഡ് നമുക്ക് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാൻ കിട്ടത്തില്ല. നമുക്ക് ഹിപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴെ വരെ കിട്ടുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാക്ക് പീസ് എടുത്ത് മാറ്റിയ ശേഷം ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും റൗണ്ട് ഷേപ്പിൽ തന്നെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആം ഹോളും ഇതുപോലെ 1/2 ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾ വയ്ക്കുന്ന യോക്ക് പീസിന് ഏതുവരെയാണോ ലെങ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് വേസ്റ്റ് വരെയുള്ള ലെങ്താണ് കേട്ടോ. അതാണ് അതിൻ്റെ കറക്റ്റ് അളവെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്കവിടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മുടെ ബെസ്റ്റ് പോയിന്റ് വരെയുള്ള ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി 2 ബെസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം അത് ഇവിടെ 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 3.5 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് 4 ഇഞ്ചായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 4 ഇഞ്ച് തന്നെ നമുക്ക് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അവിടെ ആ 4 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ചെസ്റ്റ് വിട്ട് 9 ഇഞ്ചാണ്, അതൊന്ന് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംഹോളിൻ്റെ വിട്ട് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. അപ്പം മുകളിൽ നിന്ന് നമ്മൾ ആ ചെസ്റ്റ് വിട്ട് മാർക്ക് ചെയ്തില്ലേ, അതുവരെ എനിക്കിവിടെ 9.5 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത്. 4.25 ഇഞ്ചാണ് വരുന്നത്. അത് നമുക്ക് മുകളിൽ നിന്ന് ഇതുപോലെ 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതും റൗണ്ട് ചെയ്ത് തന്നെയാണ് ടേപ്പ് വെച്ചിട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ പോയിന്റിൽ നിന്നും നമ്മൾ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ, അതുവരെ ചെറിയൊരു കർവായിട്ട് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. നല്ല കർവ് ആവരുത്, ചെറിയൊരു കർവായിട്ട് വരുന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് താഴത്തോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. 2 സൈഡും 1/2 ഇഞ്ച് വീതം ആകുമ്പം 1 ഇഞ്ചാണ് വരുന്നത്. ആ 1 ഇഞ്ച് ഇതുപോലെ സൈഡിൽ നീക്കി മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മൾ ആ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അതുവരെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പോൾ ഇതുവരെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. താഴത്തോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കണ്ടോ, ഇതേപോലെ ചരിച്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് നിർത്തിയില്ലേ, അതിലോട്ട് ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ബാക്ക് പീസ് വെച്ച് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനും കൂടെ കിടക്കുന്നത് കൊണ്ട് അത് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനാണ് കട്ട് ചെയ്യുന്നത്. കണ്ടോ, കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ലൈൻ കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനിൽ കൂടെയാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്ത് താഴത്തോട്ട് പോകുമ്പോൾ കണ്ടോ, ഇതേപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ പീസ് തന്നെയാണ് നിങ്ങൾ യോക്കിൽ വെക്കുന്നതെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത സമയത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ വേറെ പീസ് വയ്ക്കുന്നത് കൊണ്ടാണ് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തത്. ഈ പീസിൽ നമ്മൾ 7 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് നിവർത്തിയിടുമ്പം 14 ഇഞ്ചായിട്ടാണ് കിട്ടുന്നത്. ആ ഒരു ഭാഗത്താണ് നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലീറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് യോക്കിൽ വെക്കേണ്ട ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 2ആയിട്ട് ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസില്ലേ, അത് ഇതിൻ്റെ പുറത്തായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഫോൾഡായിട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇതിൻ്റെ ആ ഒരു സൈഡ് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് താഴ്ഭാഗം 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാ സൈഡും സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. താഴ്ഭാഗം മാത്രം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം. ബാക്കി സെയിം അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സെയിം അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ലൈനിങ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലൈനിങ് കൂടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കട്ടി കാണും. ഞാനിവിടെ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ നല്ല സൈഡ് ലൈനിങ്ങുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെക്കാം. എല്ലാ സൈഡും ഒരുപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ നെക്കിൻ്റെ അരികൊന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യൽ തുമ്പ് ലൈനിങ്ങുമായിട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ ലൈനിങ് നിവർത്തി വെക്കാം. ഇനി ഇതിൻ്റെ അരികിൽ കൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ലൈനിങ്ങുമായിട്ട് ഈ മെയിൻ ക്ലോത്ത് ചേർന്നിരിക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആയിട്ട് പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യോക്ക് പീസില്ലേ, അതിന് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് 2 സൈഡ് നമുക്ക് തയ്യൽ തുമ്പും കൂടെ വേണം. അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കാം. കണ്ടോ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 2 സൈഡ് നമുക്ക് തയ്യൽ തുമ്പും കൂടെ കിട്ടുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് 2ൻ്റെയും നല്ല സൈഡ് ഇതുപോലെ ചേർന്ന് വരുന്ന രീതിയിൽ വെക്കാം. വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം.
കണ്ടോ, വലിച്ചു പിടിക്കാതെ ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ കോണായിട്ട് വരുന്ന ഭാഗത്ത് എത്തുമ്പോൾ അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഈ യോക്ക് പീസ് ഇതുപോലെ തിരിച്ചു വെച്ച് അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് വീണ്ടും അതുപോലെ തന്നെ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. കണ്ടോ, ഇതുപോലെ ആദ്യം രണ്ടിൻ്റെയും നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. വലിച്ചൊന്നും പിടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കണ്ടോ, ഈ കോണായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ അവിടെ സൂചി കുത്തി നിർത്തണം. കണ്ടോ, സൂചി മുകളിലോട്ടാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ അങ്ങ് മാറിപ്പോകും, പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാടായിരിക്കും. മറ്റത് സൂചി താഴ്ത്തി തന്നെ വെച്ചിട്ട് യോക്ക് പീസ് ഇതുപോലെ തിരിച്ചെടുത്തിട്ട് മറു സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അവിടെ ചുരുങ്ങിയൊന്നും പോകാതെ കണ്ടോ കറക്റ്റായിട്ട് പിടിച്ച് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ കോണായിട്ട് വരുന്ന ഭാഗം എത്തുമ്പോൾ സൂചി താഴത്തോട്ട് ഇറക്കി വെച്ചിട്ട് മറു സൈഡിലോട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ തിരിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല സൈഡ് നമുക്ക് എടുക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സൈഡും ചുളിവൊന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പീസ് ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നെക്കിൻ്റെ ഭാഗം ആ പീസിൻ്റെ ഫോൾഡായിട്ട് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ആ നെക്കിൻ്റെ സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 1 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ നെക്കിൻ്റെ നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്ലോത്തിൻ്റെ ബാക്ക് സൈഡ് എടുക്കണം. എന്നിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ നെക്കിൻ്റെ പീസില്ലേ, അത് ഫുള്ളായിട്ട് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മളിവിടെ ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ രണ്ട് പീസും വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഷോൾഡർ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ബാക്കിലോട്ട് എടുക്കാം. കണ്ടോ, ഇതേപോലെ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സൈഡും അതുപോലെ തന്നെ നല്ല സൈഡ് ചേർത്ത് വെച്ചിട്ട് ലൈനിങ് ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല നീറ്റായിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. തയ്യൽ തുമ്പൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ക്ലോത്ത് ആദ്യം നമുക്കിതുപോലെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഞാനിവിടെ ഈ ഒരു സൈഡ് സ്ട്രെയിറ്റ് അല്ലാത്തത് കൊണ്ടൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്തെടുക്കുകയാണ്. സ്ലീവിൻ്റെ ലെങ്ത് ഞാനിവിടെ 15.5 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. താഴ്ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കണം. മടക്കിയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ. ആം ഹോളിൻ്റെ വിട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ആ പോയിന്റിൽ വെച്ചിട്ട് 3.5 ഇഞ്ച് ഇതുപോലെ നീക്കി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അവിടെ നിന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചരിച്ച് സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. സ്ലീവിൻ്റെ റൗണ്ട് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ രണ്ട് പോയിൻറ്റും യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. 1/2 ഇഞ്ചും കൂടെ കയറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം.
ഇനി ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് 2 പീസ് മാത്രം നമ്മൾ ഹാഫ് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, ആ ഒരു ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോയി കഴിഞ്ഞാൽ ബാക്കി 3 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് എടുക്കണം. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുത്തിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടിൻ്റെയും നല്ല സൈഡുകൾ ചേർന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചിട്ട് താഴ്ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് നിവർത്തി വെച്ചിട്ട് അരികൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കണ്ടോ, സ്ലീവിൻ്റെ അരികാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ നല്ല സൈഡ് എടുത്തിട്ട് ഈ പീസ് ഫുള്ളായിട്ട് നല്ല സൈഡിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ അരിക് ഹാഫ് ഇഞ്ച് ഉള്ളിലോട്ട് കയറ്റി ഫോൾഡ് ചെയ്യണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്ലീവ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് എടുത്തിട്ട് ആവശ്യമില്ലാത്ത ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. 2 സ്ലീവും അതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗത്തായിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിലും സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ സെൻറ്ററുകൾ ചേർത്ത് വെച്ചിട്ട് ആദ്യം ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞ് മറു സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വലിച്ചു പിടിക്കരുത്, ജസ്റ്റ് അരികുകൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ 2 സൈഡും സ്ലീവ് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുർത്തിയുടെ 2 സൈഡുമാണ് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതുപോലെ നല്ല സൈഡുകൾ ചേർത്തിട്ടിട്ട് സ്ലീവ് മുതലേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. എത്രയാണോ നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ബാക്ക് പീസിൻ്റെ അളവിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ട് പീസ് ഇച്ചിരി കൂടുതലായിട്ട് കയറി നിൽക്കും. അത് ബാക്കിലോട്ട് വെച്ചിട്ട് കറക്റ്റായിട്ട് ബാക്ക് പീസുമായിട്ട് ചേർത്ത് വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, ഇതേപോലെ ഫ്രണ്ട് പീസ് കറക്റ്റ് ബാക്ക് പീസുമായിട്ട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. 1.5 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഷേപ്പിൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ചെരിച്ച് താഴത്തോട്ട് വരുമ്പോൾ ഹാഫ് ഇഞ്ച് മാത്രം മതി തയ്യൽ തുമ്പ്. 2 സൈഡ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, 2 സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴ്ഭാഗം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുർത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇനി ഈ പ്ലീറ്റ് ഒന്ന് അയൺ ചെയ്തും കൂടെ വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.